ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 27-ാമത്തെ സർഗം. ത്രിജടയുടെ സ്വപ്നം. ഇത്യുക്ത സീതയാ ഘോരാ രാക്ഷസ്യ ക്രോധമൂർച്ഛിത കാഞ്ചിജ്ജഗ്മുസ്തദാഖ്യാതും രാവണസ്യ ദുരാത്മന. സീതയുടെ പ്രലപനം കേട്ട് കോപത്താൽ മതിമറന്ന രാക്ഷസികൾ അക്കാര്യം ദുരാത്മാവായ രാവണനോട് പറയാനായിപ്പോയി. തത സീതാമുപാഗമ്യ രാക്ഷസ്യോ ഘോരദർശന പുനഃ പരുഷമേകാർത്ഥം അനർത്ഥാർത്ഥമതാബ്രുവൻ. ഭീമരൂപിണികളായ രാക്ഷസികൾ സീതയുടെ ചുറ്റും കൂടി തങ്ങൾക്ക് അനർത്ഥമുണ്ടാക്കാനിടയുള്ള ആ പാപകർമ്മത്തെപ്പറ്റി പരുഷമായി പറഞ്ഞു തുടങ്ങി. സീതയുടെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നത് രാക്ഷസികളെയാണ്. ദേവി ആത്മഹത്യ ചെയ്താൽ രാവണന്റെ കോപത്തിന് ആ കാവൽക്കാരികൾ പാത്രമായിട്ട് തീരും. അതാണ് അവരുടെ ശോഭത്തിന് കാരണം. അധ്യേതാനിം തവാനാര്യേ സീതേ പാപവിനിശ്ചയേ രാക്ഷസ്യോ ഭക്ഷയിഷ്യന്തേ വംശമേധ സുഖം. ബുദ്ധിശൂന്യയായി ആത്മഹത്യ എന്ന പാപകൃത്യം ചെയ്യാൻ തുനിയുന്ന സീതേ, ഇന്ന് ഇപ്പോൾ തന്നെ നിന്റെ ശരീരമാംസം രാക്ഷസികളാ ഞങ്ങൾ തിന്നാൻ പോകുന്നു. ഒന്നു തിന്നുന്നതാണല്ലോ രസം കൂടുതൽ. സീതാം താഭിരനാരാഭിദൃഷ്ട സന്ദർജിതാം തഥാ രാക്ഷസീ ത്രിജടാ വൃദ്ധ പ്രബുദ്ധ വാക്യമബ്രവീത്. ദുഷ്ടരാക്ഷസികൾ സീതയെ ഇങ്ങനെ ഭയപ്പെടുന്നത് കണ്ട് ദേവിയുടെ പരിശുദ്ധി കണ്ടറിഞ്ഞ വൃദ്ധയും അറിവുള്ളവളുമായ ത്രിജട എന്ന രാക്ഷസി ഇപ്രകാരം പറഞ്ഞു. ആത്മാനം ഘാതദാനാര്യാന സീതാം ഭക്ഷയിഷ്യത ജനകസ്യ സുധാമിഷ്ടാം സ്നുഷാം ദശരഥസ്യ ച. ദുഷ്ടകളെ, നിങ്ങൾ എന്നെ തിന്നുകൊള്ളുവിൻ. ജനകന്റെ പ്രിയപുത്രിയും ദശരഥന്റെ പുത്രഭാര്യയും എല്ലാവരും ആദരിക്കുന്നവളുമായ സീതയെ മാത്രം ഭക്ഷിക്കാതെ ഇരിക്കുവിൻ. സ്വപ്നോ ഹൃദ്യമയാ ദൃഷ്ടോ ദാരുണോ രോമഹർഷണ രാക്ഷസാനാം അഭാവായ ഭർത്തുരസ്യ ജയായ ജ. രാക്ഷസന്മാരുടെ സർവനാശത്തെയും ഇവളുടെ ഭർത്താവിൻ്റെ വിജയത്തെയും പറ്റിയുള്ള ഭയങ്കരവും രോമാഞ്ചകാരിയുമായൊരു സ്വപ്നം ഞാനിപ്പോൾ കാണുകയുണ്ടായി. ഏവമുക്ത ത്രിജടയാ രാക്ഷസ്യ ക്രോധമൂർച്ഛിത സർവായേവാ ബ്രുവൻ ഭീത ത്രിജടാം താമിദം വജ. കഥയസ്വതയാ ദൃഷ്ട സ്വപ്നോയം ഭീദുഷോ നിശി. ത്രിജട പറഞ്ഞത് കേട്ട് കോപാന്തരായ രാക്ഷസികൾ മുഴുവൻ ഭയപ്പെട്ടു. നീ രാത്രിയിൽ കണ്ട സ്വപ്നം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ച് അത് വിശദമായി പറയാൻ അവർ ത്രിജടയോട് ആവശ്യപ്പെട്ടു. വചനം രാക്ഷസീനാമുഗോഗതം ഉവാച വചനം കാലേ ത്രിജട സ്വപ്ന സംസ്ഥിതം. ആ രാക്ഷസികളുടെ വാക്ക് കേട്ട ഉടനെ ത്രിജട ആ സ്വപ്ന വൃത്താന്തം അവരെ അറിയിച്ചു. ഗജദന്തമയീം ദിവ്യാം ശിവികാം അന്തരീക്ഷകാം യുക്താം ഹംസസഹസ്രേണ സ്വയമാസ്ഥായ രാഘവ ശുക്ലമാല്യാംബരധരോ ലക്ഷ്മണേന സമാഗത. രാഘവൻ വെൺപൂമാലയും വെൺപട്ടും ധരിച്ച് ഹംസസഹസ്രങ്ങൾ ചുമക്കുന്നതും ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതും ദിവ്യവുമായ ആനക്കൊമ്പ് പല്ലക്കിൽ ലക്ഷ്മണനോടുകൂടി ഇരുന്നു കൊണ്ട് എഴുന്നള്ളി. സ്വപ്നേ ജാദ്യമയാ ദൃഷ്ട സീത ശുക്ലാംബരാവൃത സാഗരേണ പരിക്ഷിപ്തം ശ്വേതം പർവ്വതമസ്ഥിത രാമേണ സംഗത സീത ഭാസ്കരേണ പ്രഭായത. സീതയും വെൺപട്ടുടുത്ത് ആഴിറ്റൊഴുന്ന ശ്വേതപർവ്വതത്തിലെത്തി. സൂര്യനോട് പ്രഭ എന്ന പോലെ രാമനോട് ചേർന്ന് സുഖമായിരിക്കുന്നതായി ഞാനിപ്പോൾ സ്വപ്നത്തിൽ കണ്ടു. രാഘവശ്ച മയാ ദൃഷ്ട ദുർഗന്ധം മഹാഗജം ആരൂഢശൈലസങ്കാശം ചചാര സഹ ലക്ഷ്മണ. രാഘവൻ ലക്ഷ്മണനോടുകൂടി പർവ്വതതുല്യനായ നാൽക്കൊമ്പനാനയുടെ പുറത്തേറി എഴുന്നള്ളുന്നതായും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. തതസ്ഥോ നരശാർദൂലോ ദീപ്യമാനോ സ്വതേജസ ശുക്ലമാല്യാംബരധരോ ജാനകിം പര്യുപസ്ഥിതോ. പിന്നെ വെൺപട്ടും വെൺമാല്യവുമണിഞ്ഞ തേജസ്വികളായ നരവീരന്മാർ സീതയുടെ സമീപം എത്തി. തതസ്യ നഗസ്യാഗ്രേഹ്യാകാശ തസ്യ ദന്ദിന ഭർത്തൃപരിഗഹീതസ്യ ജാനകി സ്കന്ദമാശ്രിത. അപ്പോൾ ആ പർവ്വത ശിഖരത്തിൽ നിന്ന് ജാനകിയെ ഭർത്താവായ രാമൻ സ്വീകരിച്ചു. പിന്നെ അവൾ ആകാശത്തിൽ നിൽക്കുന്ന ആനയുടെ കഴുത്തിൽ കയറിയിരുന്നു. ഭർത്തുരംഗാസമുൽപദ്യ തഥാ കമലലോചന
ചന്ദ്രസൂര്യോ മയാ ദൃഷ്ട പാണിന പരിമാർജതി. അതിനുശേഷം സുന്ദരിയായ സീത ഭർത്താവിൻ്റെ മടിയിൽ നിന്ന് മേൽപോട്ടുയർന്ന് സൂര്യചന്ദ്രന്മാരെ കൈകൊണ്ട് തലോടുന്നതായി ഞാൻ കണ്ടു. തതസ്ഥാഭ്യാം കുമാരാഭ്യാമാസ്ഥിതഃ സ ഗജോത്തമ സീതയാ ച വിശാലാക്ഷ്യാ ലങ്കായാഹുപരി സ്ഥിത. രാമലക്ഷ്മണന്മാരും സീതയും കയറിയ ആ ഗജവീരൻ ആകാശത്തെ ലങ്കയുടെ നേരെ മുകളിൽ വന്നു നിന്നു. പാണ്ഡുരക്ഷഭയുക്തേന രഥേനാഷ്ടയുജ സ്വയം ഇഹോഭയാത കാകുൽസ്ഥ സീതാലക്ഷ്മണ സംയുത. സീതാലക്ഷ്മണ സഹിതനായ കാകുൽസ്ഥൻ 8 ജോഡി വെള്ളക്കാളകളെ പൂട്ടിയ രഥത്തിൽ കയറി ഇവിടെ വന്നു ചേർന്നു. സാണ്ഡം ത്രിഭുവനം ഭീമം സർവതസ്സചരാചരം സർവം ഗ്രസ്തം മയാ ദൃഷ്ടം രാമേണ കൃഷ്ണകർമ്മണ. ചരാചരാത്മകമായ 3 ലോകങ്ങളും അണ്ടകടാഹവും രാമൻ നിഷ്പ്രയാസം വിഴുങ്ങുന്നതായും ഞാൻ കണ്ടു. ക്ഷീരോദധി ജലേ മധ്യേ ശേദശൈലസമുൻഷിത തസ്യ മൂർധനി തദശ്യേദ ചതുർദന്ധോ മഹാഗജ. തസ്യ പൃഷ്ഠേ സ്ഥിത ശ്രീമാൻ രാമോ രാജീവലോചന ലക്ഷ്മണേന സഹ ഭ്രാത്ര സീതയാ സഹ ഭാര്യയ. പാൽക്കടൽ മധ്യത്തിൽ വെള്ള നിറമുള്ള ഒരു പർവ്വതം ഉയർന്നു വന്നു. അതിൻ്റെ കൊടുമുടിയിൽ വെളുത്ത ഒരു നാൽക്കൊമ്പനാന. അതിൻ്റെ മുകളിൽ രാജീവലോചനായ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വിളങ്ങി. തത സീതാ സമുൽപത്യ ഭർത്തുരംഗം ക്ഷിതാ സ്ഥിത ബാഹുഭ്യാം സംപരിഷജ്യ സമ്പൂർണം ചാരുമണ്ഡലം. സീത എവിടെ നിന്നും മേൽപോട്ടുയർന്ന് പൂർണ്ണവും സുന്ദരവുമായ ചന്ദ്രബിംബത്തെ 2 കൈകളാൽ ആലിംഗനം ചെയ്ത് ഭർത്താവിൻ്റെ മടിയിലേക്ക് തിരിച്ചു വന്ന് വിളങ്ങി. തതോന്യത്ര മയാ ദൃഷ്ടോ രാമോ രാജീവലോചന ആസീന പ്രാമുഖ ശ്രീമാൻ ഹാസനേ പരമാത്ഭുതേ അഭിഷിക്തസ്തു കാകുൽസ്ഥ സർവദേവേ നമസ്കൃത സ ബ്രഹ്മർഷിഗണൈ സർവേ സർവതീർത്ഥജലേന ജ. അതിനുശേഷം ചെന്താമരക്കണ്ണനും കാകുൽസ്ഥ വംശത്തിൽ പിറന്നനുമായ ശ്രീരാമൻ അത്ഭുതകരമായൊരു സിംഹാസനത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. അപ്പോൾ ബ്രഹ്മർഷിമാർ പുണ്യതീർത്ഥങ്ങളാൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. ദേവന്മാർ ആ പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു. ശുക്ലമാല്യാംബരധര ശുക്ലമാല്യാനുലേപന സാധു സാധുശ്രോണി രരാജ ജനകാത്മജ. സുന്ദരിയായ ജനകപുത്രി വെളുത്ത പൂമാലകളും വെൺപട്ടു വസ്ത്രവും ധരിച്ച് സുഗന്ധലേപനങ്ങൾ പൂശി അത്യധികം ശോഭിച്ചു. തതോ ദേവാസ ഗന്ധർവ സിദ്ധാശ്ച പരമർശയ ബ്രഹ്മാണമഗ്രത കൃത്വ രാമം തത്ര മന്ദിരേ. ദേവഗന്ധർവ സിദ്ധന്മാരും മഹർഷിമാരും ബ്രഹ്മാവിനെ മുന്നിൽ നിർത്തി ശ്രീരാമനെ വന്ദിച്ചു. പുനരേവ മയാ ദൃഷ്ടോ രാമോ രമയതാം വര വിഷ്ണുരേവ സ്വയം ഭൂത്വ തസ്മിന്നസ്തൈവരാസനെ. എല്ലാവരെയും രമിപ്പിക്കുന്നതിൽ വെച്ച് ശ്രേഷ്ഠനായ ശ്രീരാമൻ സ്വയം വിഷ്ണുവായി തീർന്നു ആ ദിവ്യ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു. പരം ബ്രഹ്മ പരം തത്വം പരം ജ്ഞാനം പരം തപ പരം ബീജം പരം ക്ഷേത്രം പരം കാരണകാരണം ശംഖചക്രഗത ശ്രീമാൻ പുണ്ടരീകായ ദേക്ഷണ ശ്രീവത്സവക്ഷ നിത്യശ്രീ അജേയ ശാശ്വതോ ധ്രുവ ഏവം ഭൂതോ മഹാതേജ രാമ കമലലോചന സർവലോകേശ്വര ശ്രീമാൻ സതർജ രഘുനന്ദന. പരബ്രഹ്മമായി പരമതത്വമായി ജ്ഞാനസ്വരൂപനായി പരമമായ തപസ്സായി പരമകാരണനായി ശംഖചക്ര ഗദാധാരിയായി ലക്ഷ്മി സമേതനായി ചന്താമരക്കണ്ണനായി മാറിൽ ശ്രീവത്സധാരിയായി അജയ്യനായി ശാശ്വതനായി വിഷ്ണുവായി തേജസ്വിയായി സർവലോകനാഥനായി ശ്രീരാമൻ പ്രശോഭിച്ചു. തതോ അമരേന്ദ്രാപിതരോ മുനീന്ദ്ര ഗന്ധർവ വിദ്യാധര വന്യകേന്ദ്ര കൃതാഭിഷേകം പരിവാര്യ രാമം ഋതുഷ്ടുവോ പ്രാഞ്ജലയ പ്രഹഷ്ട. അപ്പോൾ ദേവശ്രേഷ്ഠന്മാർ, പൃഥുക്കൾ, ഋഷിശ്രേഷ്ഠന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, പന്നകന്മാർ എന്നിവർ പട്ടാഭിഷേകം കഴിഞ്ഞ രാമൻ്റെ ചുറ്റും നിന്ന് പരമാനന്ദത്തിൽ മുഴുകി കൈകൂപ്പി സ്തോത്രം ചെയ്തു.